വണ്ടീൻ്റെ കോലം കണ്ട നിങ്ങൾ കഴിക്കും ഞാൻ വല്ല ഓഫ് റോഡ് ട്രാക്കിലും വന്നതാണല്ലേ. ഇത് നമ്മുടെ ഒരു നാഷണൽ ഹൈവേ ആണ് കേട്ടോ. നമ്മൾ മിസോറാമിൽ നിന്ന് മണിപ്പൂരിലേക്കുള്ള യാത്രയിലാണ്. സായിച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷനാണിത്, ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ത്രിപുരയിൽ നിന്ന് മിസോറാമിൽ കയറിയ അവസ്ഥ, ആ റോഡിൻ്റെ കണ്ടീഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ അവസ്ഥയാണ് ഇവിടെ, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്ന കാണാം. എന്താ നമ്മുടെ മറ്റേ പശുവിനൊക്കെ കൊണ്ടുപോകുന്നല്ല, നിറച്ച് പിക്കപ്പ് നിറച്ച് ആൾക്കാർ കേട്ടോ. ഇതിൽ കുറേ ഭാഗമൊക്കെ റോഡ് പണിയാണ് കേട്ടോ. റോഡ് പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട് പണി കിട്ടിയിട്ട്. റോഡൊക്കെ കണ്ട നല്ല പായസത്തിൽ കൂടെ പോകുന്ന പോലെയാണ്, അതുപോലെയാണ് ചെളി എന്ന് പറയുന്നത്. ടൂ വീലേഴ്സിനൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തായാലും സ്കിഡായി വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ റൂട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും കേട്ടോ, ഇതെന്ത് പറ്റി, നമുക്ക് റോഡ് മാറിപ്പോയതാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കിങ്ങനെ ബ്ലോക്കിലൊക്കെ കിട്ടുമ്പോൾ കുറേ ആൾക്കാരെ കിട്ടും. അപ്പോഴാണ് മനസ്സിലാവുക ഇതൊക്കെ തന്നെയാണ് റോഡിൻ്റെ അവസ്ഥ എന്നത്. ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഇത് ഇന്ത്യ തന്നെയാണോ നമുക്ക് തോന്നിപ്പോവും. കറക്റ്റ് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടൊന്നും നമുക്ക് ഈ റൂട്ടിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഏത് നിമിഷവും അവർ വണ്ടി പിടിച്ചിടും. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പയ്യെ നമുക്ക് പോകാൻ പറ്റൂ. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് കേട്ടോ. കാരണം വേറൊരു ഓഫ് റോഡ് ട്രാക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല, ഹൈവേ തന്നെ ഇങ്ങനെയാണ്.